ഇന്ത്യയോട് വിലപേശാനും ബംഗ്ലാദേശിലുള്ള മതമൗലികവാദി സംഘടനകളുടെ കയ്യടി നേടാനും വേണ്ടി ബംഗ്ലാദേശ് സർക്കാർ നടത്തിയ ഒരു നീക്കമായിരുന്നു ഇസ്കോൺ നേതാവും ഹിന്ദു ആചാര്യനുമായ സ്വാമി ചിന്മയ കൃഷ്ണദാസിൻ്റെ അറസ്റ്റും ജയിൽവാസവുമൊക്കെ. പക്ഷേ ഇപ്പോൾ പെട്ടത് ബംഗ്ലാദേശാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശ് ഈ സ്വാമിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കരുതിയത് ബംഗ്ലാദേശിൽ മാത്രം ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. കാരണം ഇസ്കോൺ എന്ന ഒരു സംഘടന എന്താണെന്നും അത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും വലിയ ധാരണ ആ ഭരണകൂടത്തിന് ഇല്ലാതെ പോയി എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പത്രങ്ങളും പറയുന്നത്. കാരണം ഇസ്കോൺ 10 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു വലിയ ഭക്തി പ്രസ്ഥാനമാണ്. അതിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള, ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രാജ്യങ്ങൾ റഷ്യയും അമേരിക്കയുമാണ്. അവിടെയൊക്കെ ഇന്ത്യക്കാരല്ല അംഗങ്ങൾ കൂടുതലായിട്ടുള്ളത്. അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ പൗരന്മാർ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. ബ്രിട്ടൻ അടക്കമുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്കോൺ ഉണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. ഒപ്പം തന്നെ സൗജന്യ ഭക്ഷണശാലകളും ഒപ്പം വിദ്യാലയങ്ങളും ഒക്കെ നടത്തുന്ന ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാമിയുടെ അറസ്റ്റിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായത് വിദേശ രാജ്യങ്ങളിലായിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ്റെ MP അതിൽ ഇടപെട്ടുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഇസ്കോണിൻ്റെ പ്രവർത്തകർ വലിയ സമ്മർദ്ദമാണ് അവിടുത്തെ സർക്കാരുകൾ അമേരിക്കയിലും മറ്റുമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ചില മാനങ്ങൾ ഈ അറസ്റ്റിൽ കൂടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്യുക, ഇന്ത്യയുമായി ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ വിലപേശുക, ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ മതമൗലികവാദികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറിയിരിക്കുന്നു. ലോകമെമ്പാടും വലിയ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. ഹിന്ദു സന്യാസിക്ക് പിന്നിൽ ഹിന്ദുക്കൾ അണിനിരക്കുന്നതോടൊപ്പം തന്നെ വിദേശികളും ഇസ്കോണിൻ്റെ ആ ഒരു പ്രവർത്തകരും കൂടി അണിനിരക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള സർക്കാരുകൾക്ക് അതൊരു വലിയ സമ്മർദ്ദമാകുകയും അവർ ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതായത് കേവലം ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്യാനായി വിരിച്ച വലയിൽ കുരുങ്ങിയതൊരു തിമിംഗലമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഉരാക്കുടുക്കിലാണ് ബംഗ്ലാദേശ്. അതിനിടയിൽ അവർക്ക് ഏക ആശ്വാസം ഇസ്കോണിനെ നിരോധിക്കാനാവില്ല എന്ന് ബംഗ്ലാദേശ് കോടതി പറഞ്ഞ ഒരൊറ്റ ഉത്തരവ് മാത്രമാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് തങ്ങൾ പ്രതികരിക്കാനില്ല എന്നാണ്. ഏതായാലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഏതായാലും സ്വാമിയെ വിടാതിരിക്കാൻ കഴിയില്ല. എങ്ങനെ മുഖം രക്ഷിക്കണമെന്നറിയില്ല. സ്വാമിയെ വിട്ടുകഴിഞ്ഞ് സ്വാഭാവികമായും ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ ഉറഞ്ഞുതുള്ളും. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ സ്വാമിയെക്കുറിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ ആ ഒരു ശക്തി മനസ്സിലാക്കി തുടങ്ങും. ഇസ്കോൺ എന്ന് പറയുന്നത് ചെറിയൊരു മീനല്ല, ഒരു വലിയ തിമിംഗലമാണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയും. കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനും കഴിയുന്ന ഒരു വലിയ സംഘടന തന്നെയാണ് ഇസ്കോൺ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് അപ്പുറത്തേക്ക് വിവിധ വിദേശ രാജ്യങ്ങളിൽ ദിവസവും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ അതാത് രാജ്യങ്ങളുള്ള പൗരന്മാരാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിനെ കുഴക്കുന്ന കാര്യവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.